രാഷ്ട്രീയ വിമർശനങ്ങളോട് ഞങ്ങൾക്ക് ആർക്കും അസഹിഷ്ണുതയില്ല. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൻ്റെ ടൈമിങ്ങും വേർഡിങ്സും അത് കേവലം രാഷ്ട്രീയ വിമർശനമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ആ സമയത്ത് ഇപ്പോൾ മുനമ്പം പോലൊരു ഇഷ്യൂ പരിഹരിക്കണമെന്ന് വളരെ ആർജവത്തോടെ വളരെ ബ്രോഡായി സ്റ്റാൻഡ് എടുത്ത് അവിടുത്തെ ആളുകളുമായി സഭകളുമായി ചർച്ച നടത്തി ആ പ്രശ്നത്തിൽ അവിടുത്തെ ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കരുത് എന്ന സ്റ്റാൻഡ് എടുത്ത ആളാണ് പാണക്കാട് തങ്ങൾ. അതുപോലെ തന്നെ വെറുപ്പിൻ്റെ ഫാക്ടറി ഉപേക്ഷിച്ചു വർഗീയ രാഷ്ട്രീയത്തോട് വിട പറയുന്നു. ഇനി മതേതര രാഷ്ട്രീയത്തിനോടൊപ്പം ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം എന്ന് നിലപാടെടുത്ത് വന്ന സന്ദീപ് വാര്യരെ പാണക്കാട് തങ്ങൾ കാണുന്നതിനകത്ത് എന്താ കുഴപ്പം? ഇപ്പം മുഖ്യമന്ത്രി നടത്തിയത് രാഷ്ട്രീയ വിമർശനമല്ല. മുഖ്യമന്ത്രി സംസാരിച്ചത് സുരേന്ദ്രൻ്റെ ടോണിലാണ്. കെ സുരേന്ദ്രൻ്റെ പാസിന് ഗോളടിക്കാൻ ശ്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. ആ വിമർശനം ഞങ്ങൾ ഇനിയും തുടരും. കാരണം ഇപ്പോൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ സംഘപരിവാർ അജണ്ടക്കൊപ്പം സംസാരിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. അപ്പോൾ അതിനെ തിരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്, അത് ചെയ്യും.